നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നൗഷാദ് ചെറുവല്ലൂർ വീണ്ടും മല്ലു മൊബൈൽ പേജിൽ നിന്നും. ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഒരു അടിപൊളി സൂപ്പർ ട്യൂട്ടോറിയൽ എന്ന് വെച്ചാൽ വളരെ സിമ്പിളായി നമ്മൾ ഒരു വസ്തുവിനെ പറ്റി അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒരു ഫോണാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ലാവയുടെ ഒരു ഫോണാണ്. അപ്പോൾ ഞാൻ ആ ഫോണിനെ പറ്റി എല്ലാവരെ പറ്റി ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിലുള്ള ഫോണിനെ പറ്റി ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അങ്ങനെ എന്ത് വേണ്ട, നമ്മൾ ഓരോ പ്രോഡക്റ്റിനെ പറ്റിയിട്ടും നമ്മൾ ഒരു ടി വി വാങ്ങുന്നില്ല, ആ ടി വി പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ പ്രോഡക്റ്റിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ അതാണെന്ന് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് അതല്ലെങ്കിൽ നമ്മൾ ആ പ്രോഡക്റ്റിൻ്റെ നമ്മുടേതായ കാഴ്ചപ്പാട് നമ്മൾ വേറൊരാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ വേറൊരു കമ്പനിക്ക് വേണ്ടി നമ്മൾ ഒരു പ്രോഡക്റ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞ് അതല്ലെങ്കിൽ നമ്മൾ അവർക്ക് ധരിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ ധരിപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ പൈസ സമ്പാദിക്കാൻ പറ്റും എന്നുണ്ടെങ്കിലോ ഒരു സംഭവം തന്നെയല്ലേ. ശരിക്കും പറഞ്ഞാൽ അത് നമ്മളങ്ങനെ ഒരു പ്രോഡക്റ്റിനെ പറ്റി, ഈ ഫോണിനെ പറ്റിയിട്ട് ഞാൻ ഈ ലാവക്കാരോട് തന്നെ പറയാം, അല്ലെങ്കിൽ മെയിൻ ഡീലറോട് പറയാം, ഐഫോൺ നല്ല ഫോണാണ്, J6 കോൺഫിഗറേഷൻ കൂടുതലുണ്ട്, അത്ര വിലയില്ല. പിന്നെ നോർമലി ഇന്ത്യൻ ഫോണിന് ഇപ്പോൾ ഒരു പഠനത്തിൽ നടന്നൊരു റിസൾട്ട് ഇന്ത്യൻ ഫോണിൽ ആണ് ഏറ്റവും കൂടുതൽ സെക്യൂർ ആയിട്ടുള്ള ഫോൺ എന്നുള്ളതിനൊക്കെ പറ്റിയിട്ട് എനിക്ക് ഈ ഫോണിനെ പറ്റിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഞാൻ ഇതിൻ്റെ ഒരു മെയിൻ ഡീലർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾ എനിക്കൊരു 10 രൂപ തരാം, പോട്ടെ ഒരു 50 രൂപ തരാണ് എനിക്ക് എന്ന് വെച്ചാൽ തീർച്ചയായും നമ്മൾ ഞെട്ടിപ്പോവും. അതേപോലുള്ള ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ് ഇന്നത്തെ എൻ്റെ ഈ ട്യൂട്ടോറിയൽ വീഡിയോ. ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണണം. അതുപോലെ നിങ്ങൾ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ, മല്ലു മൊബൈൽ എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനൽ. നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഓരോ വീഡിയോ അപ്ഡേറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ അപ്ലോഡ് ചെയ്യുന്ന അതേ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്കിവിടെ ഇൻഫർമേഷൻ ലഭിക്കുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ആപ്ലിക്കേഷനെ പറ്റി ഞാൻ പറയാം. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ മുകളിൽ കൊടുക്കും. ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചിലവർ ഇത്തരം ലിങ്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചെറിയൊരു ഇഷ്യൂ പറയാറുണ്ട്. അപ്പോൾ ആ ഇഷ്യൂ നമ്മൾക്ക് ആദ്യം പരിഹരിക്കാം. അങ്ങനെ ഒരു പ്രശ്നമില്ല, നോ വൈറസ്, അങ്ങനെയുള്ള ഒരു ഇഷ്യൂമില്ല. നോക്കാം. ഇതാ നിങ്ങളിവിടെ കാണുന്നില്ല, ഇതാണ് ഈ ലിങ്ക്. ഈ ലിങ്കിൽ ഇത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് വരും. ഏത് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യണമെന്നില്ല. അപ്പോൾ ഞാൻ ക്രോമിൽ ഓപ്പൺ ചെയ്യുന്നു. ക്രോം ആണ് ബെറ്റർ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ വേറൊരു സൈറ്റിലേക്കാണ് കൊണ്ടുപോവുക. ഇത്തരത്തിലുള്ളൊരു സൈറ്റിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ മുകളിൽ കാണുന്നില്ല, പ്ലീസ് വെയിറ്റ് 5 സെക്കൻഡ്. അത് കഴിഞ്ഞതിന് ശേഷം സ്കിപ്പ് ദ ആഡ് എന്ന് കാണുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്യണം. ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക് നിങ്ങൾക്ക് ഞാൻ എവിടെ തന്നിട്ടുണ്ടോ കണ്ടില്ലേ, നിങ്ങൾ അവിടെ എത്തി. താഴെ നിങ്ങൾ പലതും കാണാം. ഇതിൻ്റെ എല്ലാം നിങ്ങൾ സ്കിപ്പ് ദ ആഡ് എന്ന് കണ്ട് അതിൻ്റെ താഴെ പലതും കാണും. പക്ഷെ അതിലൊന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ഇത്രയുള്ളൂ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ. അത് നേരെ ആണെങ്കിൽ പ്ലീസ് സെക്കൻഡ് എന്നുള്ള തീർച്ചയായും വെയിറ്റ് ചെയ്യണം. അതിനുശേഷം സ്കിപ്പ് ദ ആഡ് എന്നുള്ള ബട്ടൺ കണ്ടു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളൊരു പ്രോഡക്റ്റിനെ പറ്റി പറഞ്ഞു കൊടുത്താലേ അതിനെപ്പറ്റി നമ്മുടെ കാഴ്ചപ്പാട് വിവരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് കാശ് ലഭിക്കും എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ, എന്നാൽ വിശ്വസിക്കണം. സോ നമുക്ക് നോക്കാം. ഈ ലിങ്ക് ഞാനവിടെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ പോയി നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെ എന്ന് ഞാനിപ്പോൾ പറയുന്നത്, ഇതാണ് ആ സോഫ്റ്റ്വെയർ. മൗത്ത് ഷട്ട് എന്നാണ് പറയുക. അതായത് തീർച്ചയായും ഈ ആപ്ലിക്കേഷനെ പറ്റി അറിഞ്ഞപ്പോൾ ഞാൻ പോലും ശരിക്കും പറഞ്ഞാൽ എൻ്റെ മൗത്ത് പോലും ഷട്ടായിപ്പോയി. ഷട്ട് യുവർ മൗത്ത് എന്നൊക്കെ പറയുന്ന പോലെ ശരിക്കും ഇത് തന്നെ എന്ന് പറയാം. എൻ്റെ ഒരു വ്യൂയുടെ ബാലൻസ് ആണ്. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ഇതായിരിക്കും. ഇത്രയും പ്രോഡക്റ്റുകളെ പറ്റി നമുക്ക് ഓട്ടോമോട്ടീവിനെ പറ്റി വിവരിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ബിൽഡേഴ്സിനെ പറ്റി വിവരിക്കാം, കമ്പ്യൂട്ടറിനെ പറ്റി നമുക്ക് പറയാം, എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വാച്ച് എന്ന് തുടങ്ങി. ഇപ്പോൾ നോക്കാം, നമുക്ക് ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ഞാൻ ചൂസ് ചെയ്തു. ഇവിടെ നമുക്ക്
ഈ ആപ്പ് ടീം നമ്മൾക്ക് തരുന്നത് പല സൈറ്റുകളാണ്, ഓൺലൈൻ ഷോപ്പ് ചെയ്യുന്ന ഒരുപാട് സൈറ്റുകൾ. ഓക്കെ, ഈ സൈറ്റുകൾ നിങ്ങൾക്ക് താല്പര്യം, ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ റേറ്റിംഗ് കാണാൻ സാധിക്കുന്നുണ്ടാവും. കണ്ടില്ലേ, ഒരു 44%, അതല്ലെങ്കിൽ എന്താ പറയുക 94%, ഇതാണല്ലേ, ഇത് അതിൻ്റെ റേറ്റിംഗ് ആണ്. അതുപോലെ ഇത് ഈ സൈറ്റ് കൊടുക്കുന്ന റേറ്റിംഗ് ആണ്. അങ്ങനെ ഇതൊക്കെ റേറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊന്നും ഇപ്പോൾ നമ്മൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് ഏത് സൈറ്റിനോടാണ് കൂടുതൽ താല്പര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ നോക്കാം, ഞാനിവിടെ ഇപ്പോൾ ഈ ഫ്ലിപ്കാർട്ട് ഞാൻ ചൂസ് ചെയ്യുന്നു. ഓക്കെ, ഫ്ലിപ്കാർട്ട് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. എനിക്ക് അത് ചെയ്യേണ്ടതുള്ളൂ. ഫ്ലിപ്കാർട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇതിൽ റൈറ്റ് എ റിവ്യൂ എന്ന് കാണുന്നില്ല. ഈ റൈറ്റ് എ റിവ്യൂവിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം. ഇതിൽ ഓരോരുത്തരെയും റിവ്യൂ ആണ്, അല്ലെങ്കിൽ ഓരോരുത്തരെയും കാഴ്ചപ്പാടുകളാണ്. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്നത് ആസ് ദിസ് മെമ്പർ, അല്ലെങ്കിൽ ഇത് നോക്കൂ, അങ്ങനെ ഇതുണ്ടാവും. ഷാൻ 12 ഈ ഐഡി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ ഐ തിങ്ക് വിച്ച് ഈസ് ദിസ് ലൈക്ക് ദാറ്റ് ബിഫോർ, അങ്ങനെ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ. ഓക്കെ, അതൊന്നും നമ്മൾക്ക് നോക്കണം. നമുക്ക് നമ്മുടെ കാഴ്ചപ്പാട് മാത്രം വിവരിക്കാം. റൈറ്റ് റിവ്യൂ, നമ്മൾ റിവ്യൂ കൊടുക്കുന്നു. ലൈക്ക് ഓർ ഡിസ്ലൈക്ക്, ആദ്യം നമ്മൾ ലൈക്ക് കൊടുക്കുന്നു. ഓക്കെ, റിവ്യൂ ടൈറ്റിൽ നമ്മളൊരു ടൈറ്റ് കൊടുക്കുന്നു. ഒരു എന്താ പറയുക, ബെറ്റർ, സോറി മലയാളം കയറുന്നുണ്ടേ, better than more site. അതിനുശേഷം ഇത് നമ്മൾ കൊടുത്തു. ശേഷം ടെൽ പീപ്പിൾ വാട്ട് യു തിങ്ക് അബൌട്ട് ഫ്ലിപ്കാർട്ട്. ഇനി നമ്മൾ വേണ്ടത് ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഇനി നമ്മൾ വേണ്ടത് വാട്ട് യു തിങ്ക് അബൌട്ട്, നമ്മൾ എന്താണ് ഫ്ലിപ്കാർട്ടിനെ പറ്റിയിട്ടുള്ള നമ്മുടെ തിങ്സ്, നമ്മൾ തിങ്ക് അബൌട്ട് അത് കൊടുക്കുന്നു. അതിൽ നമ്മൾ ടൈപ്പ് ചെയ്യണം it's a awesome online purchase online purchase online shopping site site. Okay, second bit. ഇനി നമുക്ക് നോക്കാം. You can believe every product from Flipkart. ഓക്കെ, പിന്നെ നമുക്ക് കൊടുക്കാം അങ്ങനെ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ. too many branches ശേഷം ഡൺ കൊടുക്കുക. ഇത്ര മതി നമുക്ക് തൽക്കാലം. അതിനുശേഷം നമ്മളിതിനെ റേറ്റ് ചെയ്യണം. എത്ര? നമ്മളൊരു 5 സ്റ്റാർ കൊടുത്ത് റേറ്റ് ചെയ്യുന്നു. കസ്റ്റമർ സർവീസ് ടോപ്പ് ലൈൻ, ഈ ലൈനിൽ കാണുന്നത് 1 2 3 കണ്ടില്ലേ 4 5. അത് സ്റ്റാർ ഇത് കൊടുക്കുന്ന റേറ്റിംഗ് കൊടുക്കുന്നതിൻ്റെ ഒരു റീസണാണ് കാണിക്കുന്നത്. പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അത് നമ്മൾ മാക്സിമം നിങ്ങളുടെ താല്പര്യം, നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യം. ഡെലിവറി ടൈം ഒരു മീഡിയം കൊടുത്തോളൂ. ഓക്കെ, ആപ്പ് ആൻഡ് വെബ്സൈറ്റ് പെർഫെക്റ്റ്, റിലയബിലിറ്റി പെർഫെക്റ്റ്. ശേഷം നമ്മൾ ഇതിനെ സബ്മിറ്റ് ചെയ്യുക. നോക്കൂ, റിവ്യൂ നീഡ്സ് ടു ബി മോർ ഓഫ് ദാൻ 250. ഇനിയും ഒരു കുറച്ചുകൂടെ നമ്മൾ ഇതിൽ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അത് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഞാനത് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ സമയം കളയുന്നില്ല. ഓക്കെ, ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ ഓക്കെ, ഇനി ഇത്
എൻ്റെ ഓൾറെഡി ഡ്രാഫ്റ്റിൽ ഇവിടെ കയറി കഴിഞ്ഞു. സബ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നതിനൊരു മാതൃക ഇവിടെ കാണാം. ഈ റീഡ് മോറിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നോക്കൂ, അല്ലേ കണ്ടില്ലേ? അപ്പോൾ ഇതിന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ഒരു മെയിൽ, നിങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന മെയിൽ വഴി നിങ്ങൾക്ക് അവർ അറിയിക്കും നിങ്ങൾക്ക് ഈ ഒരു റിവ്യൂവിന് ഇത്ര പോയിന്റ് നിങ്ങൾക്ക് ലഭിച്ചു. ഇത് റിവ്യൂവേഴ്സ് എങ്ങനെ ആൾക്ക് ഇത് പോയിന്റ് ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഞാനിതിൽ ഓൾറെഡി ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എനിക്കിവിടെ 2 ഡ്രാഫ്റ്റ്സ് ഇവിടെ ഉണ്ട്. ഞാൻ ലാവനെ പറ്റിയിട്ടൊന്നും ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടില്ല. അതേപോലെ ഫ്ലിപ്കാർട്ടിനെ പറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്തു. ഓക്കെ, നോക്കാം ഇനി ഇതെങ്ങനെ നമ്മൾ ഏൺ ചെയ്യുന്ന. റിവ്യൂസ് ഇവിടെ ഈ റിവ്യൂസിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ റിവ്യൂസൊക്കെ ഇതിൽ കാണാൻ സാധിക്കും. അതുപോലെ ഇത് യു ഏണഡ് 0 MS പോയിന്റ്. ഒരു MS പോയിന്റ് എന്ന് വെച്ചാൽ 1 രൂപ. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു MS പോയിന്റ് ലഭിച്ചു കഴിഞ്ഞാൽ 1 രൂപ. അങ്ങനെ നമ്മുടെ ഒരു റിവ്യൂ ആരൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ടോ, കമ്പനി തീർച്ചയായും അത് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അതിനാരൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ടോ അങ്ങനെ അവർ തരുന്ന ലൈക്ക് അല്ലെങ്കിൽ ആരൊക്കെ വിസിറ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ച് നമ്മൾക്ക് നമ്മുടെ ഓരോ റിവ്യൂയിലും നമ്മൾക്ക് ഈ പോയിന്റ്സ് ഇങ്ങനെ നേടാൻ സാധിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ഒരു റിവ്യൂവിൽ മാത്രം നിങ്ങൾക്കൊരു 50 പോയിന്റ് ഏൺ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളിവിടെ 50 രൂപ നിങ്ങൾ ഏൺ ചെയ്തിരിക്കും. 50 ഒരു റിവ്യൂവിൽ നിങ്ങൾ 50 പോയിന്റ് ഏൺ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടുന്ന ഇതിൽ ലഭിക്കുന്ന ഇതുകൊണ്ട് നമ്മൾക്ക് അത് ക്യാഷ് ഔട്ടായി എടുക്കാം, അതല്ലെങ്കിൽ നമ്മൾക്ക് അതിനെ ഓൺലൈൻ പർച്ചേസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ പോയിന്റ് ഏൺ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ഏണിംഗ് പോയിന്റിനനുസരിച്ച് നിങ്ങൾക്ക് മെയിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നോക്കൂ, ഇന്നത്തെ ഫീഡ്സാണിത് കേട്ടോ. 6 മിനിറ്റിന് മുന്നേ ഇവിടെ നമ്മുടെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ സുനിൽ JB എന്ന് പറയുന്ന ഐഡിയ ആള് ഈ ഫ്ലിപ്കാർട്ടിൻ്റെ വ്യൂ 6 മിനിറ്റ് മുന്നേ നോക്കി, ഇത് 7 മിനിറ്റ് മുന്നേ നോക്കി. അങ്ങനെ ഇങ്ങനെ ആരൊക്കെ നമ്മുടെ വ്യൂ നോക്കുന്നുണ്ടോ അതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെ എന്നല്ല മറ്റുള്ള ആരുള്ളത്. ഇതൊക്കെ പലരും 46 വ്യൂസ്. ഈ പരമേശ്വര റാവു എന്ന് പറയുന്ന ആളുടെ റിവ്യൂവിന് 46 റിവ്യൂ ഉണ്ട്. അപ്പോൾ അവൻ ഒരു 46 വ്യൂ ഉണ്ടെങ്കിൽ അവൻ അത് റേറ്റിംഗ് കൂടി ചുരുങ്ങിയത് ഒരു 100 രൂപ അവൻ ഏൺ ചെയ്ത് കാണാം. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായി ഇതായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ നിങ്ങൾ നോക്കൂ, നമുക്ക് ഈ ഫ്രണ്ട്സിന് ഇവിടെ അറിയാം, ഫ്രണ്ട്സിന് ഇൻവൈറ്റ് ചെയ്തില്ല. ഒരു ഇൻവൈറ്റിന് നമ്മൾക്ക് 50 രൂപയാണ് കിട്ടുക. ഒരു ഇൻവൈറ്റിന് 50 രൂപ ആര് തരും? ഒരാളും തരില്ല. സോ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾ ഏൺ ചെയ്യണം. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഉടനെ തന്നെ നല്ലൊരു ആപ്ലിക്കേഷൻ്റെ ട്യൂട്ടോറിയലുമായി ഉടനെ തന്നെ തിരിച്ചു വരും. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.